സജ്ജനങ്ങളെ, നവരാത്രിയിൽ ഓരോ ദിനവും ഓരോ ദുർഗയെയാണ് ആരാധിക്കുന്നത്. ദേവി ശക്തിയുടെ അവതാരമാണ് ദുർഗ. ദുർഗാദേവിയുടെ ഏറ്റവും പാവനമായ രൂപങ്ങളാണ് നവദുർഗ എന്നാണ് വിശ്വാസം. നവദുർഗാഭാവങ്ങളിൽ മൂന്നാമത്തെ ഭാവമാണ് ചന്ദ്രഘണ്ഠ. നവരാത്രിയിൽ മൂന്നാം ദിവസം തൃതീയയ്ക്ക് ദുർഗാദേവിയെ ചന്ദ്രഘണ്ഠാഭാവത്തിൽ ആരാധിക്കുന്നു. നെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ അർദ്ധചന്ദ്ര അടയാളമുള്ളതിനാൽ ദേവി ചന്ദ്രഘണ്ഠ എന്നറിയപ്പെടുന്നു. ചന്ദ്രൻ എന്നത് ബോധമണ്ഡലത്തെ കുറിക്കുന്നു. മണി എന്നത് നാദത്തെ അഥവാ ശബ്ദത്തെ കുറിക്കുന്നു. വളരെ വലിയ ശിവബോധ പ്രാപ്തി രഹസ്യം ഈ ദേവിയുടെ സ്വരൂപത്തിനുണ്ട്. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുസ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളുണ്ട്. മൂന്നാം രാത്രി ചന്ദ്രഘണ്ഠയുടെ ആരാധനയ്ക്കായി നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രഘണ്ഠാദേവിയുടെ ശരീരത്തിന് സ്വർണ്ണ നിറമാണ്. 10 കൈകളിൽ ആയുധമേന്തിയിരിക്കുന്ന ദേവി സദാ യുദ്ധസന്നദ്ധയായിരിക്കുന്നു. ദേവിയുടെ അലറുന്ന ശബ്ദം ദുഷ്ടശക്തികളെ ഭയചകിതരാക്കി പാലായനം ചെയ്യിക്കുന്നു. ദേവി പ്രസന്നയായി ഒന്ന് നോക്കിയാൽ മതി എല്ലാ വിഷമതകളും എന്നേക്കുമായി ഇല്ലാതാകുവാൻ. ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യുകയും ഭക്തർക്ക് എപ്പോഴും മംഗളങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിനാൽ കല്യാണി എന്നും ദേവി അറിയപ്പെടുന്നു. ചന്ദ്രഘണ്ഠാദേവി ഭക്തപ്രിയയാണ്. സ്മരണ മാത്രയിൽ തന്നെ ഭക്തരുടെ രക്ഷയ്ക്കെത്തി സകല ദുഃഖങ്ങളും ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. ചന്ദ്രഘണ്ഠ ഉപാസകർക്ക് ബുദ്ധിശക്തിയും നിർഭയത്വവും സിദ്ധിക്കും. നവരാത്രിയിൽ തൃതീയ ദിവസം ശ്രദ്ധയോടും ഭക്തിയോടെയും ദേവിയെ ഉപാസിക്കുന്നവരിൽ നിന്നും എല്ലാവിധ പാപങ്ങളും ദോഷങ്ങളും വിട്ടകലുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശിവപ്രാപ്തിക്കായി നവരാത്രി മൂന്നാം ദിവസം തൃതീയയ്ക്ക് ചന്ദ്രഘണ്ഠാദേവിയെ മണിപൂരക ചക്രത്തിൽ ധ്യാനിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവിക സുഗന്ധങ്ങളും ശബ്ദങ്ങളും അനുഭവപ്പെടുന്നു പറയപ്പെടുന്നു. ഭക്തർക്ക് ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളോട് യുദ്ധം ചെയ്യാനുള്ള ശക്തിയും ധൈര്യവും കൊടുക്കുന്നവളാണ് ചന്ദ്രഘണ്ഠാദേവി. തിന്മയും ദുഷ്ടതയും നശിപ്പിക്കുന്ന അടിച്ചമർത്തുന്ന ദേവിയുടെ ആ രൂപം തന്നെ നമുക്ക് ശക്തി തരുന്നു. ഭക്തർക്ക് ദേവി അതിസൗമ്യയായാണ് ശാന്തതയാണ് അനുഭവപ്പെടുന്നത്. ചന്ദ്രഘണ്ഠാദേവി ഉപാസിക്കുന്നതിലൂടെ മഹത്വവും പ്രശസ്തിയും ബഹുമാനവും നിങ്ങളെ തേടിയെത്തും. ആധ്യാത്മിക ഉന്നതി നേടുന്നതിനും ദേവി നിങ്ങളെ സഹായിക്കും. ധീരതയും സൗന്ദര്യവും ഒത്തിണങ്ങിയ ദേവിയുടെ രൂപം ധ്യാനിച്ചാൽ തന്നെ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങളുടെ എല്ലാ ചീത്ത ഊർജങ്ങളും പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുപോകും. ചന്ദ്രഘണ്ഠാദേവിയെ ലളിതമായ ആചാരങ്ങളിൽ കൂടി ആരാധിക്കാം. ആദ്യം എല്ലാ ദേവതമാരെയും ഗ്രഹങ്ങളെയും കലശത്തിൽ ആരാധിച്ച ശേഷം ഗണേശൻ, കാർത്തികേയൻ, സരസ്വതി, ലക്ഷ്മി, വിജയ, ജയ എന്നിവരെ ആരാധിക്കുക. അതിനുശേഷം ചന്ദ്രഘണ്ഠയെ ആരാധിക്കുക. ശിവനെയും ബ്രഹ്മദേവനെയും നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് പൂജ ഉപസംഹരിക്കുക. ചണ്ഡിക, രാമചണ്ഡി ഇവ ചന്ദ്രഘണ്ഠാദേവിയുടെ നാമങ്ങളാണ്. ശിവപാർവതിമാരുടെ വിവാഹ സന്ദർഭത്തിൽ പ്രേതങ്ങൾ, ഭൂതഗണങ്ങൾ, അഘോരികൾ, ഋഷിമാർ എന്നിവരുടെ കൂടെ ഉഗ്രരൂപമെടുത്തുകൊണ്ട് ശിവൻ ഹിമവാന്റെ രാജകവാടത്തിലേക്ക് വന്നു. ശിവന്റെ ഭയങ്കരമായ രൂപം കണ്ട മാത്രയിൽ പാർവതിദേവി ബോധം കെട്ടു വീണു. മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെയും ഭയത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി പാർവതി ചന്ദ്രഘണ്ഠാരൂപം എടുത്തു. ശിവനെ ശാന്തമനോഹര രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിന് ചന്ദ്രഘണ്ഠാദേവി പ്രേരിപ്പിച്ചു. ശിവൻ ഉഗ്രരൂപം പിടിച്ച് മനോഹരനായ രാജകുമാരൻ്റെ രൂപം കൈക്കൊണ്ടു. ദേവിക്ക് സ്വർണ്ണ നിറമാണ്. കടുവയാണ് വാഹനം. കടുവയുടെ ഘോരഗർജനം രൗദ്രതയാണ് സൂചിപ്പിക്കുന്നത്. കോപം വന്നാൽ ദേവി ഉഗ്രസംഹാരമൂർത്തിയാവുമെന്നാണ് ഇത് കാണിക്കുന്നത്. ശാന്തഭാവത്തിൽ അവിടെ ഇരുന്ന് കരുണയുടെ മൃദുല രൂപമാണ്. ദേവിയെ ഉപാസിക്കുന്നവർക്ക് ദിവ്യമായ പ്രഭാവലയം വികസിക്കും. അവരുമായി സമ്പർക്കം ചെയ്യുന്നവരിലും ആ പ്രഭ ബാധിക്കും. അവർ വളരെ എളുപ്പത്തിൽ ജീവിത വിജയം നേടും. മനഃശാന്തി, സ്വാസ്ഥ്യം, ജീവിതത്തിൻ്റെ അഭിവൃദ്ധി എന്നിവയ്ക്കായി ചന്ദ്രഘണ്ഠാദേവിയെ നവരാത്രിയുടെ മൂന്നാം ദിവസം മനമുരുകി പ്രാർത്ഥിക്കുക. ഐശ്വര്യം നിശ്ചയമാണ്. ഹൈന്ദവ വിശ്വാസത്തിലെ ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനലായ രുദ്രവീണയെ പിന്തുടരാൻ മറക്കില്ലല്ലോ.